നവംബർ 1 കേരള പിറവി ദിനം. ലോകത്തിന് മാതൃകയാകുന്ന പ്രഖ്യാപനത്തിന് നമ്മുടെ സംസ്ഥാനം ഒരുങ്ങുകയാണ്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുകയാണ് കേരളം. ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും നാട്ടിലെ ഗ്രാമസഭകളും കഴിഞ്ഞ കുറച്ചു വർഷമായി എടുത്ത പണിയുടെ റിസൾട്ടാണ് നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇന്ന് സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് നിന്ന് ചിലർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, അവരുടെ ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആ ആശങ്കകൾക്ക് ഇന്ന് ഉത്തരം തേടാം. ഇന്നത്തെ പ്രൈം 7-ൽ ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്: ആശങ്കകൾക്ക് എന്താണ് അടിസ്ഥാനം? തുടർഭരണം ലഭിച്ച ശേഷമുള്ള ആദ്യ മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 2021 മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ പദ്ധതിയെക്കുറിച്ച്, അതിന്റെ ഓരോ ഘട്ടത്തെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ഇറക്കിയിരുന്നു. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് വിശദീകരിക്കുന്നവർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? മന്ത്രിസഭാ യോഗം തീരുമാനം വിശദീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ 2021 ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് കാണാം. അന്നത്തെ ആ മന്ത്രിസഭയെടുത്ത തീരുമാനം യാഥാർത്ഥ്യമാക്കാൻ സമാനതകളില്ലാത്ത പ്രയത്നമാണ് ഇന്നലെ വരെ നടന്നത്. ഇനി ആശങ്കകളിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പല ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് ഒന്നൊന്നായി കേൾക്കാം മറുപടിയും. ക്വസ്റ്റ്യൻ നമ്പർ 1: ഈ 64,006 പേരുടെ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. 64,000 പേരുടെ പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്? വിവരശേഖരണ പ്രക്രിയ നടത്തിയത് തദ്ദേശ സ്ഥാപന തലത്തിൽ 1,18,309 കുടുംബങ്ങളുടേതാണ്. വാർഡ് സമിതികളുടെ ശുപാർശയിലൂടെ ഈ 1,18,309 എന്നത് 87,158 കുടുംബങ്ങളായി. ഈ മുൻഗണനാ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നാണ് 64,006 കുടുംബങ്ങളെ ഗുണഭോക്താക്കളായിട്ട് കണ്ടെത്തിയത്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചാണ് ഈ 64,006 പേരെ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്കല്ല, മറിച്ച് കോൺഗ്രസും ലീഗും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ഇതിന്റെ ഭാഗമായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2: പ്രഖ്യാപിച്ച 64,006 പേർക്ക് എന്തെങ്കിലും സർക്കാർ നൽകിയോ? എന്നിട്ട് ഈ പ്രഖ്യാപിച്ച 64,000 പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും വീടായോ? 4,677 കുടുംബങ്ങൾക്കാണ് വീട് മാത്രം നൽകിയത്. വസ്തുവും വീടും കൊടുത്തത് 2,713 കുടുംബങ്ങൾക്കാണ്. 5,646 കുടുംബങ്ങൾക്കാണ് വീട് റിപ്പയറിന് 2 ലക്ഷം രൂപ വീതം സഹായം നൽകിയത്. പുനരുദ്ധാരണത്തിന് 4,394 കുടുംബങ്ങൾക്കാണ് വരുമാനം ഉറപ്പാക്കിയത്. അവകാശ രേഖകൾ 21,263 കുടുംബങ്ങൾക്കാണ് ലഭ്യമാക്കിയത്. ഭക്ഷണം 20,648 പേർക്കാണ് കൊടുത്തത്. ഭക്ഷണ കിറ്റ് 18,438 പേർക്കും 2,210 പേർക്ക് പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3: എങ്ങനെയാണ് ഇവരെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് സർക്കാർ മോചിപ്പിച്ചത്? 5,90,000 പേര്. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ? അത് പരിഹരിക്കാൻ ആവശ്യമായത് എന്താണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും. ആ മൈക്രോ പ്ലാൻ നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുള്ളത്.